ഹലോ. അപ്പം അതേ നമ്മൾ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. ട്രെയിൻ ആസ് യൂഷ്വൽ ലേറ്റ് ആയതുകൊണ്ട് ഞാനൊരു പരിപ്പ് വടയും ചായയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് തിരുവല്ലയിലേക്കാണ് കേട്ടോ. അവിടെ ഗീതുവിൻ്റെ കസിൻ്റെ വീട്ടിൽ പോകണം കേട്ടോ. എന്തിനാണ് പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ ചുമ്മാ പോകുന്നത്, നമ്മൾക്ക് ട്രെയിനിലൊക്കെ കയറി പോകാൻ തോന്നിയപ്പോൾ നമ്മളങ്ങനെ പോയി. ഞാനപ്പോൾ അങ്കമാലിയിൽ നിന്ന് കയറി, അത് കഴിഞ്ഞ് അവർ എറണാകുളത്ത് നിന്ന് കയറി നമ്മൾ തിരുവല്ലയിൽ എത്തിയിട്ടോ. അവിടെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയപ്പോൾ തന്നെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളവിടെ ചെന്നപ്പോൾ അവൾ കപ്പ വറുത്തതും കപ്പ് കേക്കും ജ്യൂസൊക്കെ കൊണ്ടുവന്നു. നമ്മൾ പെണ്ണ് കാണുന്ന സ്റ്റൈലിൽ കുട്ടിയുടെ പേരെന്താ, ഏതുവരെ പഠിച്ചു അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവൾ അമ്മാമ്മേനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ പണി ചെയ്യുന്ന പോലെ കാണിക്കുകയാണ് കേട്ടോ. ആ അവൾ അരിയുന്ന കണ്ടാൽ നിങ്ങൾക്കറിയാം അവൾ വീട്ടിൽ ഒരിക്കലും ഒരു പണിയും ചെയ്യാത്തൊരു സാധനമാണെന്നല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ടി വിയും പാട്ടൊക്കെ കണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവൾ സവോള അരിഞ്ഞ് ഞങ്ങളൊക്കെ കരയിപ്പിച്ചു. അത് കഴിഞ്ഞ് അവരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ അങ്ങനെ കാണാറില്ലല്ലോ. പിന്നെ അവിടെ പഴയ തേപ്പൊട്ടി ഉണ്ടായിരുന്നു, പഴയ റേഡിയോ ഉണ്ടായിരുന്നു, അതിൽ കാസറ്റൊക്കെ ഇടാൻ പറ്റും എന്നാണ് അവൾ പറഞ്ഞത്. അത് കഴിഞ്ഞൊരു പാർക്കിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് പോകുന്ന വഴിയിൽ കിട്ടിയൊരു റംബൂട്ടാൻ അവൾ പറിച്ചു തന്നു കേട്ടോ. ഏതോ വീട്ടിൽ, എന്നിട്ട് ഞങ്ങൾക്കും കൂടെ പറിച്ചു തന്ന് ഞങ്ങളെ കൂടെ അതിനകത്ത് കൂട്ടുപ്രതികളാക്കാനുള്ള തയ്യാറെടുപ്പാണ് അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കാര്യമായിട്ട് പഴുത്തിട്ടൊന്നും ഉണ്ടായില്ല, പക്ഷെ ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പാർക്കിലെത്തിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ പാർക്ക് കാണാനായിട്ട്. ഞങ്ങൾ പോയത് കുറച്ച് വെയിലുള്ള ടൈമിലായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരമൊക്കെ നല്ല വൈബായിരിക്കും എന്ന് തോന്നുന്നു അവിടെയൊക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ പാർക്കൊന്നും ഇല്ലല്ലോ അധികം എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്ത് അങ്ങനെ നിന്നു. ഓരോരുത്തരുടെ ഓരോ പ്രഹസനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ വീതമുള്ള പ്രഹസനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. വീഡിയോയിൽ എൻ്റെ പ്രഹസനങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ എന്ന് മാത്രം. ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സിൻ്റെ ഇപ്പോൾ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആര്യയുടെ ചെരുപ്പ് പൊട്ടിയിട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെരുപ്പ് മേടിക്കാൻ കയറി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എറണാകുളത്തെ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അപ്പോൾ അങ്കമാലിയിലേക്ക് പോകേണ്ടിയിരുന്ന ട്രെയിൻ അപ്പോഴേക്കും പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബസ് പിടിച്ച് വീട്ടിൽ പോയപ്പോൾ ശരി, പിന്നെ കാണാം.